കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച അല്പസമയത്തിനകം ആരംഭിക്കും. പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ ആവശ്യമടങ്ങുന്ന വിശദമായ മെമ്മോറാണ്ടം യോഗത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് നൽകും. ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ വീഴ്ച കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒന്ന്, ദേശീയപാത 66-ന്റെ നിർമ്മാണം, ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കും. അതുപോലെ തന്നെ ഒട്ടേറെ പുതിയ പദ്ധതികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ആ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ, ആ പദ്ധതികൾക്ക് അംഗീകാരം കിട്ടാനുള്ള ഒരു നീക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, വീഴ്ചകളെല്ലാം പരിഹരിച്ച് സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കണം എന്ന പ്രധാനപ്പെട്ട ആവശ്യമാണോ സർക്കാർ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്? ദിവ്യ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ PW മിനിസ്റ്റർ മുഹമ്മദ് റിയാസും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുക. ദേശീയപാത വികസനം തന്നെയാണ് പ്രധാനമായും അജണ്ടയായിട്ട് വരിക. കാരണം ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ദേശീയപാതയുടെ വികസനം പൂർത്തിയാക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഇന്ന് കേന്ദ്രത്തെ അറിയിക്കും. ഇതുപോലെ തന്നെ കൂരിയാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ച, റോഡുകൾ അടക്കം തകർത്തിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായി ഇന്ന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ നടപടികൾ ദേശീയപാത വികസനത്തെ ബാധിക്കരുതെന്ന ആവശ്യം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും. നിലവിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മിനിസ്റ്റർ അടക്കമുള്ളവർ ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൂടാതെ തന്നെ വയനാട് തുരങ്കപാതയ്ക്ക് നിലവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി തുടർ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്ന് തന്നെ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടുകയാണ്. എന്തായാലും ദേശീയപാതയിൽ വികസനവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം കൂരിയാടിൽ വലിയ രീതിയിലുള്ള തകർച്ചകൾ നേടുന്നു. അതുപോലെ തന്നെ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള അപാകതകൾ ഉണ്ടായിരുന്നു. അതിലും ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കുകയും ഇത്തരം നടപടികൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി നിതിൻ ഗഡ്കരിയോട് കേരളം ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും.